നാടും നഗരവും മുങ്ങിയ അപ്രതീക്ഷിത പ്രളയത്തിന് 10 ദിവസം പിന്നിടുമ്പോൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തി ഈരാറ്റുപേട്ടയിലെ കച്ചവട മേഖല. ഉരുൾപൊട്ടലിലും പ്രളയത്തിലും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വലിയ നഷ്ടം നേരിട്ടെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ ഒന്നിച്ചുനിന്ന് തിരിച്ചുവരവിന്റെ മാതൃക സൃഷ്ടിക്കുകയാണ് ഇവിടുത്തെ വ്യാപാരികൾ. ഓണവിപണി മുന്നിൽ കണ്ടിറക്കിയ സാധനങ്ങളാണ് കൂടുതലും വെള്ളം കയറി നശിച്ചത്. വസ്ത്രങ്ങൾ, പലചരക്ക്, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കാണ് വലിയ നാശനഷ്ടം സംഭവിച്ചത്. സ്ഥാപനങ്ങളിൽ കയറിയ വെള്ളം മണിക്കൂറുകൾക്കകം ഇറങ്ങിയെങ്കിലും കടകളെ സാധാരണ നിലയിലാക്കാൻ വലിയ പ്രയത്നം ആവശ്യമായി വന്നതായി വ്യാപാരികൾ പറയുന്നു. പ്രളയജലം ഒഴിഞ്ഞ നിമിഷം മുതൽ കച്ചവടക്കാരും തൊഴിലാളികളും കൈകോർത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. സ്ഥാപനങ്ങളിൽ അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യങ്ങളും രാപ്പകലില്ലാതെ പ്രയത്നിച്ച് നീക്കം ചെയ്തതോടെ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം ഭൂരിഭാഗം കടകളും പൂർവ്വസ്ഥിതിയിലാക്കാൻ വ്യാപാരികൾക്ക് കഴിഞ്ഞു. പ്രതിസന്ധി ഘട്ടത്തിൽ നാടൊന്നാകെ വ്യാപാരികൾക്ക് താങ്ങായി നിലയുറപ്പിച്ചു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. വിവിധ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവർ നേരിട്ടെത്തിയാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. വ്യാപാരികളെ സഹായിക്കാനും തകർന്നുപോയ വിപണിയെ തിരികെ കൈപിടിച്ചുയർത്താനും നഗരസഭയും വ്യാപാരി വ്യവസായി സംഘടനയും വലിയ പിന്തുണയാണ് നൽകിയത്. കൂട്ടായ്മയുടെയും അതിജീവനത്തിന്റെയും കരുത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ വീണ്ടും സജീവമാകുന്നതോടെ ഈരാറ്റുപേട്ട നഗരത്തിലേക്ക് ഉപഭോക്താക്കളും തിരികെ എത്തിത്തുടങ്ങി. പുതിയ സ്റ്റോക്കുകൾ ഇറക്കി വ്യാപാര മേഖല കൂടുതൽ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് വ്യാപാരികൾ. ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഈരാറ്റുപേട്ടയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ പ്രദേശത്തെ 300ഓളം വ്യാപാരികൾക്ക് 30 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ജില്ലയിലെ ഏറ്റവും വിലക്കുറവിൻ്റെ പട്ടണമെന്നറിയപ്പെടുന്ന ഈരാറ്റുപേട്ടയിൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പുതിയ വ്യാപാരം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആ കാര്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമുള്ള കാര്യമാണ്. വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ട മുഴുവൻ സാധനങ്ങളും പരിപൂർണമായും മാറ്റി അത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അത് എടുക്കുകയും, അതുകൂടാതെ തന്നെ ഈ ഓണക്കാലം കടന്നു നിങ്ങൾക്കെല്ലാം അറിയാം, ഈ ഓണക്കാലത്തേക്ക് ഈ നഷ്ടപ്പെട്ടു പോയ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ പുതിയതായി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും അതിൻ്റെ വിൽപ്പന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് ഈരാറ്റുപേട്ടയിലേക്ക് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ ഓണക്കാലത്ത് കടന്നു വരണമെന്നാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടം വളരെ വലുതാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നഷ്ടത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ള നഷ്ടം. ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും ആദ്യമായി 10,000 രൂപയാണ് അനുവദിച്ചതെങ്കിലും ഈ തുക വളരെ കുറവാണ്. നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടം വന്ന വ്യാപാരിക്ക് 1,00,000 രൂപയെങ്കിലും കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും ഒരു സഹായം ലഭിക്കുകയുള്ളൂ. നഷ്ടം വന്ന വ്യാപാരികൾക്ക് ഈരാറ്റുപേട്ട കേരള വ്യാപാരി സേവന സമിതി ഈരാറ്റുപേട്ട യൂണിറ്റ് 1 കോടി രൂപയുടെ സഹായം നൽകുവാനാണ് ഈ കഴിഞ്ഞ ദിവസം ചേർന്ന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപേക്ഷകൾ പരിശോധിച്ച് എല്ലാവരെയും, കാരണം നമുക്കറിയാം സംഘടനയോട് മെമ്പർമാരല്ലാത്തവരെയും സംഘടന അംഗങ്ങളായവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ധനസഹായം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയൊരു പ്രളയമാണ് നമ്മൾ നേരിട്ടത്. നാട് വലിയൊരു ദുരന്തത്തിലായിരുന്നു. അത് ഏറ്റവും നല്ല രീതിയിൽ ഈരാറ്റുപേട്ടക്കാർ കൈകാര്യം ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി. വലിയൊരു ലോകത്തിന് ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് ഈരാറ്റുപേട്ടയുടെ അതിജീവനം. ഞങ്ങൾ ബിസിനസ്സുകാർക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടായത്. ഒരുപാട് കടകളിൽ വെള്ളം കയറിയായിരുന്നു. അതിനുശേഷം അതെല്ലാം സന്നദ്ധ സംഘടനകളുടെ എല്ലാം സഹായത്തോടെ ക്ലീൻ ചെയ്ത് ഓണത്തിനുള്ള പുതിയ സ്റ്റോക്കുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വ്യാപാരികൾ അന്ന് ആ സമയത്ത് പകച്ചു നിന്നെങ്കിലും എല്ലാവരുടെയും സഹായത്തോടെ, സംഘടനകളുടെ അടക്കമുള്ള സഹായത്തോടുകൂടി എല്ലാ കടക്കാരും വളരെ ഉണർവോടെ മുന്നോട്ട് വരികയും പുതിയ സ്റ്റോക്ക് ഓണത്തിൻ്റെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കസ്റ്റമർക്കും കടന്നു വന്ന് ഈരാറ്റുപേട്ടയിൽ ഈ ഓണക്കാലം വലിയൊരു സ്റ്റോക്ക് മാമാങ്കം തന്നെ നടത്താനുള്ള അവസരമാണ് കച്ചവടക്കാർ ഒരുക്കിയിരിക്കുന്നത്. കുറച്ചധികം സ്റ്റോക്ക് പോയിട്ടുണ്ട്. വെച്ചാല് നമ്മള് കട ഷിഫ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഓണം പർച്ചേസ് അങ്ങനെ നിലത്ത് നമുക്ക് കൂടുതലും ഇങ്ങനെ നിലത്ത് ബണ്ടിലിരുന്നു, അതിൽ നിന്നാണ് ഒരു നഷ്ടം കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിനെ അതിജീവിക്കാന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റോക്ക് എടുക്കണം. അത് മാത്രമല്ല അത് കുറച്ച് ക്രെഡിറ്റിലും അങ്ങനെയൊക്കെയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതാദ്യം മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ സ്റ്റോക്ക് എടുക്കണം, അങ്ങനെ പോകുന്നു. എന്തായാലും കയറി വരും. അപ്പോൾ വ്യാപാരി വ്യവസായി ആണെങ്കിലും നമ്മളോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എല്ലാവരും തന്നെ വ്യക്തികൾ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്, കുഴപ്പമില്ലാതെ. അങ്ങനെ ഇപ്പോൾ
എത്രയും പെട്ടെന്നുള്ള ഒരു ഫണ്ട് റേസിങ്ങിലൂടെ മാത്രമാണ് ഓണത്തിന് നമുക്കൊന്ന് കയറി വരാൻ പറ്റുക. ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ ഓണം തന്നെയല്ല, എന്തായാലും ഇനിയും ആളുകൾ നമ്മളെ ഇപ്പം പൊതുവെ ഒരു വെള്ളം കയറി എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ആ ഒരു ഇതിനെ എങ്ങനെ വരും എന്നുള്ളതൊരു ഡൗട്ടുണ്ട്. മീൻസ് ഈരാറ്റുപേട്ട പൊതുവെ വസ്ത്രം നനഞ്ഞ വസ്ത്രങ്ങളാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാല് നമ്മളത് കഴുകി അങ്ങനെ റെഡിയാക്കുന്നുണ്ട്. അത് റിഡക്ഷൻ വിടാനാണ്. നിലവിൽ അത് ഒരിക്കലും പഴയൊരു ഇതിലേക്ക് പുതിയ സ്റ്റോക്കിലേക്ക് അത് വെക്കില്ല. സെപ്പറേറ്റ് ആക്കി വെച്ചുകൊണ്ട് റിഡക്ഷൻ ആണ് വിചാരിക്കുന്നത്. നമ്മൾ ഈരാറ്റുപേട്ടയിലൊരു ഷോപ്പാണ് പുതുപ്പറമ്പിൽ ഏജൻസീസ്. ഇവിടെ ഈ 2026 ഈരാറ്റുപേട്ടയിലുണ്ടായ കനത്ത പ്രളയത്തിൽ അത്യാവശ്യം നാശനഷ്ടം നേരിട്ട ഒരു ഷോപ്പാണ്. ഒരു 5 അടി 6 അടി പൊക്കത്തിൽ വെള്ളം കയറിയിരുന്നു. അപ്പോൾ ഒരുവിധമൊക്കെ അത് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷോപ്പ് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. എങ്കിലും നാശനഷ്ടം വന്ന ഒരുപാട് സാധനങ്ങൾ ഒഴുകിപ്പോയില്ലെങ്കിൽ പോലും ഫർണിച്ചറുകൾ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ വില കുറച്ച് കൊടുത്തും ഓഫർ ഇട്ടും ഒക്കെ നമ്മളത് ക്ലിയറൻസ് സെയിൽ പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ പുതിയ ലോഡ് വരണം. ഒരു അതിജീവനത്തിൻ്റെ പാതയിലാണ്, തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. പക്ഷേ അത് അങ്ങനെ വരാൻ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രീമിയം സോഫകൾ, അതുപോലെ തന്നെ പിന്നെ പാർട്ടിക്കൽ ബോർഡിൻ്റെ അലമാരികൾ ഒക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയും ഈ പ്രളയത്തിൽ ഒരുപാട് നാശനഷ്ടം വന്നു. ആ സാധനങ്ങൾക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ക്ലിയറൻസ് സെയിലിലൂടെ വിറ്റഴിച്ച് ഇനിയിപ്പോൾ അത് വീണ്ടും പുതിയ സാധനങ്ങൾ അത് വീണ്ടും സ്റ്റോക്ക് ചെയ്യുകയാണ്. സത്യത്തിൽ അത് നമുക്ക് വന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതുമൂലം വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരെയും ബാധിച്ച ഒരു ദുരന്തത്തിൽ നമ്മൾ മാത്രമായിട്ട് രക്ഷപ്പെട്ട് നിൽക്കുക സാധ്യമല്ല. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് വെള്ളപ്പൊക്കം രാത്രി 2 മണിയായപ്പം വന്ന് നമ്മൾ ഇത് പിറക്കി മാറ്റാൻ നോക്കിയപ്പം അതിനുള്ള സമയം കിട്ടി. വെള്ളം അവിടം വരെ എത്തി. അത് കഴിഞ്ഞ് ആ മേശ എടുത്ത് കടക്കത്തിട്ടപ്പം വെള്ളം ഇവിടെ വരും. പിന്നെ പടവാളും പറഞ്ഞ് വെള്ളം വന്ന് കയറി നമ്മുടെ മേശ കടക്കത്തിട്ടുന്ന ഈ ട്രോമേശ ഇല്ലേ, ട്രോമേശ മറിഞ്ഞു. ആ ട്രോമേശ മറിഞ്ഞു കൊടുക്കും. മറിഞ്ഞു പോയപ്പോൾ മുട്ട ശനിയാഴ്ച വരേണ്ട മുട്ട പിന്നെ വെള്ളിയാഴ്ച വന്നു തല. എന്നപ്പോൾ ഒരുപാട് ഷോക്കായി. വട്ടി മറിഞ്ഞു മുട്ട. അപ്പോൾ പടുത്ത പഴമെല്ലാം ചെളി കിടന്ന് ഒരുപാട് ഒഴുകിയില്ല. നമുക്ക് എങ്ങനെയാണ് 10,000 രൂപയുടെ നഷ്ടം. പിന്നെ മുട്ടയൊക്കെ വന്ന് അങ്ങനെ ഒരുപാട് മുട്ട. പിന്നെ ആ കടയ്ക്ക് ഇത്രയും വെള്ളമുണ്ടല്ലോ, അങ്ങനത്തെല്ലാം വെള്ളപ്പൊക്കം വന്നു കഴിയുമ്പോൾ എല്ലാം പൊങ്ങി പോകുമല്ലോ. 1000 കിലോ റോഷാക്കൾ നമ്മൾ ഇറക്കിയായിരുന്നു. അന്ന് രാത്രി വെള്ളപ്പൊക്കം വരുന്നത്. ഈ വെള്ളപ്പൊക്കം വന്ന് വെള്ളമെല്ലാം കയറി കഴിഞ്ഞാൽ വാഴക്കൊലയെല്ലാം ചീഞ്ഞു പോകും. വെള്ളം കയറിയാൽ പിന്നെ നെടുപ്പ് കേടായി പോകും. അങ്ങനെ വിൽപ്പന നടക്കലായിരുന്നു. അങ്ങനെയൊക്കെ കൂടി വാഴക്കൊല നഷ്ടം വരുന്നു. ചെളിയും കയറി മുരഞ്ഞു പോകും. കാരണം അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടം വന്നു. ഈരാറ്റുപേട്ടയിലുണ്ടായ അപ്രതീക്ഷിത ഉരുളുപൊട്ടലും വെള്ളപ്പൊക്കവും വ്യാപാര മേഖലയെ വളരെ സാരമായി ബാധിക്കുകയുണ്ടായി. എങ്കിൽ തന്നെ എല്ലാ കടകളിലും ഓണത്തിനുള്ള സ്റ്റോക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്തുണ്ടായ ഈ വെള്ളപ്പൊക്കം എങ്കിൽ തന്നെയും 2, 3, 4 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ വ്യാപാരികളും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം. വെള്ളം കയറി ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ എല്ലാ കടക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് കട ശുചീകരിക്കാനും പൂർവ്വസ്ഥിതിയിലാക്കുവാനും എല്ലാവരുടെയും അക്ഷീണ പരിശ്രമവും എല്ലാവരുടെയും കൂട്ടായ്മയും വളരെ സഹായിക്കുകയും വ്യാപാര സമൂഹത്തിനെ ഏതാണ്ട് പഴയ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ട സ്റ്റോക്കുകൾക്ക് പകരം എല്ലാവരും പുതിയ സ്റ്റോക്ക് എത്തിക്കുന്ന ധൃതിയിലും അവര് മിക്കവാറും എല്ലാ കടകളിലും എത്തിയെന്ന് വേണം കരുതാൻ. ഇനിയും ഈ ആഴ്ച തൊട്ട് കുറച്ചുകൂടി ശക്തി പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യാപാരി സംഘടനാ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മുനിസിപ്പൽ അധികൃതരുടെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും പിന്നെ വ്യാപാരികൾക്കുണ്ടാവുകയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റി ഏതാണ്ട് 1 കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രളയം നമുക്ക് നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. നമ്മുടെ സാധനങ്ങളും അത്യാവശ്യം പോയിരുന്നു. സിസ്റ്റം, DVR, ക്യാമറ സാധനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ പ്രളയം നമുക്ക് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ അങ്ങനെ എല്ലാവർക്കും അങ്ങനെയാണ്. ഈ പ്രത്യേകിച്ച് താഴകായും തോണിക്കട പോലെ ഉള്ളവർക്കാണ് പ്രത്യേകിച്ച് ഈ ഒരു ബാധ്യതയായിട്ടിരിക്കുന്നത്.